PSC PYQ സ്റ്റഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഹോട്ട് ടോപ്പിക്സ് എങ്ങനെ പെട്ടെന്ന് പഠിക്കാം, എങ്ങനെ അത് ഒരു സ്മാർട്ട് സ്റ്റഡി ചെയ്ത് പഠിക്കുക എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കറിയാം ഹോട്ട് ടോപ്പിക്സിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് നമുക്കറിയാം. ഹോട്ട് ടോപ്പിക്സ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഓരോ വർഷങ്ങളിലും ആവർത്തിച്ച് കുറേ ഏരിയകളുണ്ട് PSCക്ക്. അപ്പോൾ ആ ഹോട്ട് ടോപ്പിക്സ് നമ്മൾ എങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. എല്ലാ സബ്ജക്റ്റിനും ഉണ്ട് ഹോട്ട് ടോപ്പിക്സ്. അപ്പോൾ ഞാൻ ഇന്ന് പഠിച്ച വിഷയം എന്ന് വെച്ചാൽ ബയോളജിയാണ്. ഇന്ന് ഞാൻ രാവിലെ തൊട്ട് ഇന്ന് ഫുൾ ദിവസമല്ല, എന്നാലും രാവിലെ തൊട്ട് ഉച്ചവരെ ഞാൻ പഠിച്ചത് ബയോളജിയാണ്. അപ്പോൾ ബയോളജിയിൽ ഹോട്ട് ടോപ്പിക്സുകളൊക്കെ ഞാൻ എങ്ങനെ പഠിച്ചു എന്നും പിന്നെ അതിൻ്റെ കൂടെ ബാക്കി ഞാൻ എന്തൊക്കെ ഇന്ന് പഠിച്ചു ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നിവിടെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഹോട്ട് ടോപ്പിക്സുകളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അതിനൊരു കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ്, ബാക്കി എല്ലാം വായിക്കുന്ന പോലെ അങ്ങനെ വെറുതെ വായിച്ചു വിടരുത്, കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ പഠിച്ചത് ബയോളജിയാണ്. അപ്പോൾ ബയോളജിയിൽ ഞാൻ ആദ്യം ഫസ്റ്റ് തൊട്ട് ഞാനൊന്ന് റിവിഷൻ ചെയ്യുകയായിരുന്നു ഇന്ന്. ഇപ്പം നമ്മുടെ എക്സാമൊക്കെ അടുത്തു. അപ്പോൾ ഞാൻ ഫസ്റ്റ് തൊട്ടൊന്ന് റിവിഷൻ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ മൊത്തം നോക്കി ഏകദേശം തീർന്നിട്ടില്ലായിരുന്നു. എന്നാൽ പോലും ഞാൻ ഇനിയിപ്പോൾ വായിച്ചു പഠിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പഠിച്ച ഭാഗങ്ങൾ മാത്രം ഞാനൊന്ന് റിവൈസ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം ഏതൊക്കെയാണ് നമുക്ക് എക്സാമിന് കൂടുതലായിട്ട് ചോദിക്കുന്നത് എന്നുള്ളത്, ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതാണ് ഞാൻ പഠിച്ചത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് SCERT ടെക്സ്റ്റും കൂടെ വെച്ചാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതിൽ SCERT ടെക്സ്റ്റിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അതേപോലെ തന്നെ ഇതിലും വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഇത് നമ്മൾ കോശകേന്ദ്രം കണ്ടെത്തി അതിന് ന്യൂക്ലിയസ് എന്ന് വിളിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. പിന്നെ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ ഷ്ലീഡൻ. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ. അതേപോലെ തന്നെ വിഭജിക്കുന്ന കോശങ്ങളെ നിലവിലുള്ള കോശങ്ങളിൽ നിന്നും മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് വുഡോൾഫ് ഹിർഷും. ഇത് നമ്മൾ ഈ 4 നമ്മുടെ റാങ്ക് ഫെയിലുകളിലൊക്കെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതല്ലാതെ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ SCERT ടെക്സ്റ്റിലും കൂടെ നോക്കി നമ്മൾ ഒന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മനസ്സിലായല്ലോ, നമ്മൾ ഇതിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാതെ നമ്മുടെ SCERTയിൽ കൂടെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്. ഈ കോശകേന്ദ്രം കണ്ടെത്തിയത് ന്യൂക്ലിയസ് എന്ന് വിളിച്ചത് റോബർട്ട് ബ്രൗൺ, അത് നമുക്കറിയാം, ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ഹോട്ട് ടോപ്പിക്സ് എന്ന് വെച്ചാൽ ഞാൻ ഇതിലൊക്കെ അടയാളപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. ATP നിർമ്മാണത്തിന് ആവശ്യമായ മൂലകങ്ങൾ നൈട്രജൻ, ഫോസ്ഫറസ്, ഹരിതഗണം, ശ്വേതഗണം, അതൊക്കെ നമുക്ക് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ അസ്ഥികളും ആകൃതിയും നമുക്കറിയാം. കുടക്കല്ലിൻ്റെ ആകൃതിയുള്ള ഇൻകസ്, കുതിരലാടത്തിൻ്റെ ആകൃതിയുള്ള സ്റ്റേപ്പിസ്. അപ്പോൾ അതൊക്കെ ഹോട്ട് ടോപ്പിക്സ് തന്നെയാണ്. പിന്നെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കണ്ടത് ഈ ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഇസ്നോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്. ഏറ്റവും വലിയ ശ്വേതരക്താണു ഏതാണെന്ന്, മോണോസൈറ്റ്. അതൊക്കെ ഇപ്പം ഞാൻ നമുക്ക് ഇതിങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഞാൻ എൻ്റെ നോട്ട്ബുക്ക് എടുത്തിട്ട് അതിൽ ഞാൻ നോട്ട് എഴുതി നോക്കുക. ഏറ്റവും വലിയ പിന്നെ ശ്വേതരക്താണു, അതൊക്കെ ഞാൻ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ തൊട്ട് ഞാൻ ഇന്ന് എഴുതിയതാണ്. ഇതെന്ന് വെച്ചാൽ ഞാൻ വേറെ നോട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം ഞാൻ ഇന്ന് എഴുതി വെച്ചതാണ്. കാര്യം മടക്കുകളും ചുളിവുകളും കാണപ്പെടുന്ന സെറിബ്രം, അതേപോലെ ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന സെറിബെല്ലം. ഇതേപോലെ ചെറിയ ഷോർട്ട് നോട്ട് ആക്കിയിട്ട് ഞാൻ ഇങ്ങനെ നോട്ട്ബുക്കിൽ എഴുതി. കണ്ടോ, കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന വിജാഗിരി സന്ധികൾ, കൈക്കുഴ, കാൽക്കുഴ, അത് തെന്നി നീങ്ങുന്ന സന്ധികളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ പല്ലുകൾ നമുക്കറിയാം 4 രീതിയിലുണ്ട് അത്. പിന്നെ ഇത് ഞാൻ ഹോട്ട് ടോപ്പിക്സ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഇങ്ങനെ ടിക്ക് ചെയ്തിട്ട് പോയത്. വനനിയമം 1927, വന്യജീവി സംരക്ഷണം 1972. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് ഈ വിത്തിനങ്ങൾ ചോദിക്കും. അപ്പോൾ അതിൽ ആനക്കൊമ്പൻ എന്ന് വെച്ചാൽ വെണ്ടക്കായുടെയാണ്. അതേപോലെ തന്നെ പൂസ ഹൈബ്രിഡ്, അത് വഴുതനയുടെയാണ്. വെള്ളായണി വിള, അതെന്താണ്, തക്കാളിയുടെയാണ്. കണ്ണാറ ലോക്കൽ, ചീര, ആതിര, ഇഞ്ചി. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ അതൊക്കെ നമുക്ക് ഹോട്ട് ടോപ്പിക്സ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലാസ്റ്റ് സമയം നമ്മൾ ഹോട്ട് ടോപ്പിക്സ് ആയാലും
ഉള്ള കാര്യങ്ങൾ നമ്മൾ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എഴുതുക. പിന്നെ ജീവകം A1, നമ്മൾ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങൾ നമുക്കറിയാം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൽ ജീവകങ്ങൾ എടുത്തിട്ട് എനിക്ക് അറിയാൻ വയ്യാത്ത എൻ്റെ മനസ്സിൽ ഒന്ന് പോകുന്ന കാര്യങ്ങൾ ഞാൻ ഇതിൽ എഴുതി വെച്ചു. അതാണ് ഞാൻ ഇന്ന് ചെയ്തത്. ഇന്ന് എഴുതിയ നോട്ടുകളാണ് ഇതൊക്കെ. അപ്പോൾ ജീവകം A1 നിശാന്തത, A2 നിങ്ങളും പഠിക്കും. ജീവകം A1 നിശാന്തത, A2 സീറോഫ്താൽമിയ, B1 ബെറിബെറി, B3 പെല്ലഗ്ര, B9 മെഗലോബ്ലാസ്റ്റിക് അനീമിയ, B12 പെർനീഷ്യസ് അനീമിയ. അപ്പം നമുക്ക് ഇപ്പോൾ തെറ്റിപ്പോകും. കാര്യം B9 മെഗലോബ്ലാസ്റ്റിക് അനീമിയയും B12 പെർനീഷ്യസ് അനീമിയ, അത് മറന്നു പോകരുത്. അപ്പം നമുക്ക് ഒന്നുകൂടെ അത് നോക്കാം. ജീവക A1 നിശാന്തത, A2 സീറോഫ്താൽമിയ, B1 ബെറിബെറി, B3 പെല്ലഗ്ര, B9 മെഗലോബ്ലാസ്റ്റിക് അനീമിയ, B12 പെർനീഷ്യസ് അനീമിയ. പിന്നെ നമ്മൾ ഒരു ദിവസം കഴിക്കേണ്ട പച്ചക്കറി 295 ഗ്രാം പച്ചക്കറിയാണ് നമ്മൾ ഒരു ദിവസം കഴിക്കേണ്ടത്. പിന്നെ ഇതൊക്കെ ചിലർക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടാവും, എനിക്ക് അതത്ര ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് എഴുതി വെച്ചത്. കാര്യം കാൽമുട്ടിലെ അസ്ഥികൾ ഏതൊക്കെയാണ്, പിന്നെ കയ്യിൽ റേഡിയസ് അൽന, കാൽ ടിബിയ, ഫിബുല, അതൊക്കെ ഞാനിങ്ങനെ ഒരു ഇതാക്കി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലാസിഫിക്കേഷൻസ് 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻസ്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻസ്, 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻസ്. അപ്പോൾ അങ്ങനെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. മോഹം വരച്ചതാണ് അങ്ങനെ എഴുതുന്നത്. പിന്നെ ഇത് പിന്നെ എന്താണ് നമ്മുടെ ഈ ലാസ്റ്റ് സമയത്ത് എഴുതിയതാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ മടക്കുകളും ചുളിവുകളും കാണപ്പെടുന്നത് സെറിബ്രം, ചുളിവുകളും ചാലുകളും കാണപ്പെടുന്നത് സെറിബെല്ലം. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ ഹോട്ട് ടോപ്പിക്സ് മാത്രം എടുത്തിട്ട് ഒരു നോട്ട്ബുക്കിൽ ലാസ്റ്റ് സമയത്ത് എനിക്ക് മറന്നു പോകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഹോട്ട് ടോപ്പിക്സ് തന്നെയാണ്, അതിലുള്ള കാര്യങ്ങൾ ഞാൻ എഴുതിയിരിക്കുന്നത്. പിന്നെ നമുക്ക് എന്താണ്, പിന്നെ വേറെന്ന് വെച്ചാൽ നമ്മൾ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നതെല്ലാം നമ്മളൊന്ന് ലാസ്റ്റ് സമയം ഒന്ന് നോക്കി പോകാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായല്ലോ. പിന്നെ എന്താണ് ജീവകങ്ങൾ A1 B1 തയാമിൻ, B2 പേര് ചോദിക്കുമല്ലോ, ജീവകങ്ങൾ ശാസ്ത്രീയ നാമങ്ങളും, B1 തയാമിൻ, B2 റൈബോഫ്ലോവിൻ, B3 നിയാസിൻ, B5 പാൻറ്റതനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സയാനോകൊബാലമിൻ. പറയാം, B1 തയാമിൻ, B2 റൈബോഫ്ലവിൻ, B3 നിയാസിൻ, B5 പാൻറ്റതനിക് ആസിഡ്, B6 പിരിഡോസിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സയാനോകൊബാലമിൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഈ ബയോളജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ ബയോസ്ഫിയർ റിസർവുകൾ നമ്മളൊന്ന് നോക്കി പോകണം. ബയോസ്ഫിയർ റിസർവുകൾ അപ്പോൾ ഈ അവസാന നിമിഷത്തിൽ നമുക്ക് ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ലോ, നമ്മൾ അതൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പക്ഷി സങ്കേതങ്ങൾ മനസ്സിലായല്ലോ. പിന്നെ ഈ ഉടമ്പടികളുണ്ടല്ലോ, മോൺട്രിയൽ പ്രോട്ടോക്കോൾ, ക്യോട്ടോ പ്രോട്ടോക്കോൾ, അതേപോലെ തന്നെ പാരീസ് ഉടമ്പടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളൊന്ന് നോക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ അതേപോലെ തന്നെ ബേസിക് സയൻസിൻ്റെ ടെക്സ്റ്റും കൂടെ നമ്മളൊന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ എന്താണ്, ഇത് ഹരോൾഡ് യൂറയും സ്റ്റാൻലി മില്ലറും, ഇത് ഗ്യാസ് അതിൻ്റെ പരീക്ഷണത്തെക്കുറിച്ച് അവരെ പറഞ്ഞതാണ്. ഈ നമ്മുടെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൻ്റെ അത് നമ്മുടെ ലൈഫ് എങ്ങനെയാണ്, നമ്മുടെ ഭൂമിയിൽ ജീവൻ ഉണ്ടായത് എവിടെ നിന്നാണ്, സിമ്പിൾ ഗ്യാസസിൽ നിന്നാണെന്ന് പറഞ്ഞത്. അത് പരീക്ഷണത്തിൽ കണ്ടെത്തിയതാണ് ഹരോൾഡ് യൂറയും സ്റ്റാൻലി മില്ലറും. സിഡ്നി ഫോക്സ് എന്ന് വെച്ചാൽ അത് പ്രോട്ടീൻസിൽ നിന്നാണ് നമ്മൾ ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഇത് ജീവൻ ഉണ്ടായെന്ന് കണ്ടെത്തിയത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു കാര്യം നോക്കണം. നമ്മൾ ഈ ടെക്സ്റ്റ് മാത്രം, ഈ റാങ്ക് ഫെയിൽ മാത്രം നമ്മൾ ആശ്രയിച്ചിരിക്കരുത്. നമ്മൾ അത് കൂടാതെ വേറെ എന്തെങ്കിലുമൊക്കെ കൂടെ നമ്മളൊന്ന് നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഹോട്ട് ടോപ്പിക്സ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലായില്ല. നമ്മൾ ഹോട്ട് ടോപ്പിക്സ് ലാസ്റ്റ് സമയത്തൊന്ന് എഴുതിയും കൂടെ വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാനിന്ന് പഠിച്ചത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് ഞാൻ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഇന്ന് ഞാൻ കുറച്ച് ഇത് പഠിച്ചിട്ടുണ്ട്. ഇന്ന് ഇത് മാർച്ചിലെയാണ്. അല്ല, ഇത് ജൂണിലെയാണ് ഞാൻ പഠിച്ചത്. ജൂണിലെയാണ് പഠിച്ചത്. കർണാടകയിലെ 25ാമത്തെ മുഖ്യമന്ത്രി DK ശിവകുമാർ, ഡെപ്യൂട്ടി സ്പീക്കർ ആവുന്ന 4ാമത്തെ വനിത ഷാനിമോൾ ഉസ്മാൻ,
അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ കുറച്ച് ഏതാണ് നമ്മൾ ലാസ്റ്റ് സമയത്ത് റിവൈസ് ചെയ്യേണ്ടത് അത് പഠിച്ചിട്ട് നമുക്ക് കുറേ നേരം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കും. അപ്പോൾ നമ്മൾ എന്താണ് കറണ്ട് അഫെയർസോ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും LDC LG അതിനൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് മലയാളമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് എന്തെങ്കിലും നോക്കാം. അല്ലെങ്കിൽ ഒരെണ്ണം തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഹോട്ട് ടോപ്പിക്സ് നമുക്ക് പറ്റുന്ന ഭാഗങ്ങൾ നമ്മളൊന്ന് എഴുതി വെക്കുക. അപ്പോൾ അങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ബയോളജിയിലെ ഹോട്ട് ടോപ്പിക്സുകൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും അതുകൊണ്ട്, പിന്നെ മനുഷ്യ ശരീരത്തിലെ നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ മനുഷ്യ ശരീരം, അത് ഒരു പൊതു അറിവ്, മനസ്സിലായല്ലോ. പൊതു അറിവ് എന്ന് വെച്ചാൽ എന്തൊക്കെ വരുമെന്നറിയാമല്ലോ. ഈ കണ്ണ്, ചെവി, മൂക്ക്, അങ്ങനെയുള്ള നമ്മുടെ അവയവങ്ങളും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ അറിയാമല്ലോ. അതിലാണ് അപര്യാപ്ത രോഗങ്ങളും അതും ഇതും ഒക്കെ വരുന്നത്. പിന്നെന്ന് വെച്ചാൽ പിന്നെ ഈ രക്താണുക്കളുടെ കാര്യം അതൊന്ന്, പിന്നെ ഈ അസ്ഥി വ്യവസ്ഥ, അക്ഷാസ്ഥികൂടം, അനുബന്ധ അസ്ഥികൂടം, അതൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് നോക്കിപ്പോവുക. പിന്നെന്താണ്, കേരളത്തിലെ പ്രധാന കേരള കാർഷിക വിളകളും ഈ സർവകലാശാലകളും അതിൻ്റെ ആസ്ഥാനങ്ങളും ഉണ്ടല്ലോ. കാർഷിക വിളകൾ നമുക്കറിയാം, നെല്ല്, അങ്ങനെയൊക്കെ, നെല്ല്, തെങ്ങ്, അതൊക്കെ നമുക്കറിയാം. അത് കൃഷി ചെയ്യുന്ന പിന്നെ ഓരോ മാസങ്ങൾ, അതേപോലെ തന്നെ അത് കൃഷി ഇറക്കുന്ന മാസങ്ങൾ, പിന്നെ വിളവെടുക്കുന്ന മാസങ്ങളും, പിന്നെ നമ്മുടെ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനങ്ങൾ, ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രധാന വന്യജീവി സങ്കേതങ്ങളൊന്ന് നോക്കിപ്പോവുക, നമ്മുടെ നാട്ടിലുള്ളത്. അപ്പം നമ്മുടെ ഓരോ ജില്ലയിലുള്ള വന്യജീവി സങ്കേതങ്ങൾ ഏതാണോ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിപ്പോവുക. പിന്നെ പരിസ്ഥിതി പ്രശ്നങ്ങളും നമുക്കറിയാം. പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ്, അതേപോലെ തന്നെ പരിസ്ഥിതിയുടെ പിതാവ്, അങ്ങനെയൊക്കെ ഒന്ന് നോക്കിപ്പോവാം. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇതെല്ലാം നോക്കി പോകുന്നതിനോടൊപ്പം തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത പുതിയ കറണ്ട് അഫെയർസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നമ്മൾ ലാസ്റ്റ് സമയത്തൊന്ന് നോട്ട് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. മനസ്സിലായല്ലോ. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫെയർസും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ബയോളജിയാണ് ഞാനിന്ന് പഠിച്ചത്. ഇന്ന് പഠിച്ച കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്